ഉടനെ തന്നെ റിലീസാകാൻ വേണ്ടി പോകുന്ന ഒരു പുതിയ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? വൈറലായിട്ടുള്ള ഒരു ടീസറാണ്. വിവേകാനന്ദൻ വൈറലാണ് എന്നാണ് സിനിമയുടെ പേര്. സംവിധായകനായിട്ടുള്ള കമലിന്റെ ഏറ്റവും പുതിയ സിനിമ. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഷൈൻ ടോം ചാക്കോയാണ് ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ടീസർ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നോക്കണ്ട. ഷൈൻ ടോം ചാക്കോന്റെ സ്ഥിരം കോപ്രായങ്ങളൊക്കെ ഉള്ള ഒരു ടീസർ ആണോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. കമലും കുറച്ച് ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. സാറ് വന്നോളൂ. വിവേകാനന്ദൻ വാ. സാറ് അവസാനം തന്ന ലേഹ്യല്ലേ, അതൊട്ടും ശരിയാകത്തില്ല. ഇപ്പൊ 3 തരം ലേഹ്യല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നത്? അതെ. എന്നാ ലേഹ്യ അത്? മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് ചാക്കോ, ഗ്രേസ്. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഞാനും കഴിക്കുന്നതാണല്ലോ. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട. വിവേകായിട്ട് കഴിക്കുന്ന ലേഹ്യൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ആകെ നാണക്കേടായി. ഒരു പല്ലി വീണതാ. ഷൈനിങ് സ്റ്റാർ 100 മൂവി. തോന്നാത്ത പടം. എന്താണ് ഒരു പരിങ്ങല്? ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേകം? ഓ വിവേകാനന്ദ. ഇൻഡിപെൻഡൻസ് പറയുന്നത്. വിവേകാനന്ദേട്ടൻ ഭയങ്കര വൈറലാണല്ലോ ടീച്ചറെ. എങ്ങനെയുണ്ട്? നിങ്ങൾ കണ്ടിട്ട് എന്ത് പറയുന്നു അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഈ ടീച്ചർ കണ്ടിട്ടൊന്നും തോന്നുന്നില്ല. ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം കോപ്രായങ്ങൾ എന്ന് പറയാനുള്ള സാധനങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. കാസ്റ്റിംഗ് ഒക്കെ ഡീസൻ്റ് ആയിട്ട് പോകുന്നു എന്ന് തോന്നുന്നു. ടീച്ചർ ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ടൊരു പുതുമ തോന്നണ്ട. പ്രത്യേകിച്ച് ഒന്നും ടീച്ചറിൽ കാണാൻ വേണ്ടി പറ്റിയില്ല. കമല്, ഷൈൻ ടോം ചാക്കോ, ആശാനും ശിഷ്യനും, ഗ്രേസ് മേരി, പിന്നെ ജോണി ആന്റണി, അങ്ങനെ കുറച്ച് താരങ്ങൾ. ഒരു കുഞ്ഞു പടമാണ് തോന്നുന്നത്. പിന്നെ സ്വാസിക. ഇതൊക്കെയുള്ളൂ ഈ ടീസർ എന്ന് പറയുന്ന 1 മിനിറ്റിൽ കൂടുതൽ, ഇത്തിരി കൂടുതൽ വരുന്ന ഈ ഒരു ടീസറിൽ തരുന്നത് കമലും ഷൈൻ ടോം ചാക്കോയും. ടീസർ നോട്ട് ഇംപ്രസീവ്. നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെയാണ് തോന്നുന്നത് എനിക്ക് അറിയില്ല. പക്ഷെ പ്രത്യേകിച്ച് എനിക്ക് ഈ ടീസർ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടീസർ കാണുന്നവർ ഈ ടീസറിന്റെ മൈൻഡുമായിട്ട് വെച്ചിട്ട് വേണം സിനിമ തിയേറ്ററിൽ പോകാൻ. സിനിമ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ വലിയൊരു പ്രതീക്ഷകളും നിങ്ങൾ വെച്ച് പുലർത്തരുത്. വലിയൊരു പ്രതീക്ഷ എന്തായാലും ഈ ടീസർ കണ്ടിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ ഉണ്ടായില്ല. എന്തായാലും ടീസർ നേരത്തെ ഇറക്കി വിട്ട് നന്നായി. ഷൈൻ ടോം ചാക്കോയുടെ ബ്രില്യൻസ്, അദ്ദേഹത്തിന് ഓവറായിട്ടുള്ള കുറേ ബ്രില്യൻസുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്തില്ലെന്ന് തോന്നുന്നു. എനിവേ നമുക്ക് നോക്കാം. ഷൈൻ ടോം ചാക്കോനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. അദ്ദേഹം പറയുന്നത് എല്ലാ പോയിന്റുകളും പക്ക കറക്റ്റാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ ചില ബിഹേവിയർ മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും പറയുന്ന കാര്യങ്ങളും അതിൽ യാതൊരുവിധ സംശയമില്ല, പെർഫെക്റ്റ് ആണ്. പക്ഷെ വിവേകാനന്ദൻ അത്ര വൈറലായ എനിക്ക് തോന്നുന്നില്ല.